ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ലൊരു ബീഫ് കീമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കീമ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് തന്നെ ഉള്ളി ഇടുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതേ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിട്ട ഉള്ളിയുടെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞ് പകുതിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിനിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഞാൻ ഒരു തക്കാളി ഇതുപോലെ തന്നെ ചോപ്പറിലിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് അലിഞ്ഞ് വരണം. അതുവരെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇപ്പോൾ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇടുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1/2 കപ്പ് ഉണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അതാണ് മഷ്റൂം. ഏകദേശം ഒരു 1/2 കപ്പ് മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മഷ്റൂം ഇടുമ്പോണ്ടല്ലോ ഈ കീമക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. മഷ്റൂമും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വേവുന്ന സാധനമാണ്. എന്നാലും 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മഷ്റൂമിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ബീഫ് കീമ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 400 ഗ്രാം കീമ ഉണ്ട്. ഇത് ഫ്രോസൺ കീമ കേട്ടോ, ഞാനിതിങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഇടുന്നത് ഫ്രഷ് ആയിട്ടുള്ള ബീഫിൻ്റെ കീമയാണ്, അല്ലെങ്കിൽ മിൻസ്ഡ് ബീഫാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേവുണ്ടായിരിക്കും. അപ്പോൾ അതൊരു 3-4 വിസിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ വേവാനായിട്ട് ടൈം എടുക്കും. ഇപ്പോൾ ഫ്രോസൺ കീമ ആയതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കുമ്പോഴേക്കും കുക്കായി കിട്ടും. ഞാൻ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ ബീഫ് ഒന്ന് വെന്ത് കിട്ടാനാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനും അതുപോലെ വറ്റിച്ചെടുക്കാനുമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും ഒരു കറിക്ക്. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്തിപ്പോൾ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.